എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺമഴ പെയ്തൊഴിഞ്ഞ പോരാട്ടത്തിൽ ഒടുവിൽ വീണ്ടും അങ്ങനെ പൊരുതി വീണിരിക്കുകയാണ് RCB. കരുത്തുള്ള പോരാട്ടത്തിൽ 25 റൺസിനായിരുന്നു ഹൈദരാബാദ് RCBയെ പരാജയപ്പെടുത്തിയത്. IPL ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടലായ 287 റൺസായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് കുറിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ RCBക്ക് 262 റൺസ് വരെ ചേസ് കൊണ്ടെത്തിക്കാൻ സാധിച്ചുള്ളൂ. 25 റൺസിലായിരുന്നു RCBയുടെ സീസണിലെ 6ാം പരാജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് വേണ്ടി ട്രാവിസ് ഹെഡ് 41 പന്തിൽ 102 സീസണിലെ അദ്ദേഹത്തിന് ആദ്യ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഹൈഡ്രിഷ് ക്ലാസിൻ്റെയും അബ്ദുൾ സമദിൻ്റെയും വമ്പൻ അടികൾ കൂടി ചേർന്നപ്പോൾ ഹൈദരാബാദിന് IPL ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ. പതിവ് പോലെ RCB ബൗളർമാരുടെ മോശം പ്രകടനം ഇന്നലെ നമ്മൾ കണ്ട കാര്യമായിരുന്നു. ലോക്കി ഫെർഗൂസൺ 4 ഓവറിൽ 52 റൺസ് വഴങ്ങിയാണ് തൻ്റെ സീസണിലെ ആദ്യ മത്സരത്തിൽ 52 റൺസ് വഴങ്ങിയാണ് 2 വിക്കറ്റ് നേടിയിട്ടുള്ളത്. റീസ്റ്റോപ്പിൽ 68 റൺസ് വഴങ്ങിയിട്ടുണ്ട്, 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. RCBക്ക് വേണ്ടി ദിനേഷ് കാർത്തിക് തൻ്റെ ഫോം തുടരുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. 35 പന്തിൽ 83 റൺസാണ് DK അടിച്ചു കൂട്ടിയത്. ഒപ്പം ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസ് 62, വിരാട് കോഹ്ലി 42 ചേർന്നപ്പോൾ RCB വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ റൺ നിരക്ക് കുറഞ്ഞതോടുകൂടി 20 റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു RCBക്ക് വിധി. ഹൈദരാബാദിന് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് 4 ഓവറിൽ 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മയങ്ക് മാർക്കണ്ഡെ 2, T രാജൻ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സീസണിലെ 6ാം പരാജയമാണ് RCB ഇന്നലെ ഹൈദരാബാദിനെതിരെ സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. RCB ബൗളർമാരുടെ മോശം പ്രകടനം നമ്മൾ ഇന്നലെ കണ്ട കാര്യം തന്നെയായിരുന്നു. IPL ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടലായി 284 റൺസ്. ഇന്നലെ RCB ബൗളർമാർക്ക് കൂടുതൽ നാണക്കേടായി ഇനി ആ ഒരു മോശം റെക്കോർഡും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.